ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതൊന്നല്ല, അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണേ. പച്ചച്ചക്കയല്ല, നല്ല പഴുത്ത ചക്കയാണ്. നല്ല തേൻവരിക്ക ചക്കയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ വർഷത്തിൽ കിട്ടുന്ന 3ാമത്തെ ചക്കയാണ് കേട്ടത്. ഒരു തവണ പച്ചച്ചക്ക കിട്ടി, ഞാൻ പുഴുക്കുണ്ടാക്കിയ വീഡിയോ നിങ്ങളെ കാണിച്ചല്ലോ. പിന്നെ അതുപോലെ തന്നെ കിട്ടിയ ഒരു പഴുത്ത ചക്കയും കൂടിയാണ് ഇത്. എനിക്കിങ്ങനെ എക്സ്പേർട്ടായിട്ടൊന്നും ചക്ക വെട്ടാൻ അറിയില്ല. ഞാനൊരു കത്തി എടുത്തിട്ട് അതിൻ്റെ മേളിൽ കമന്ന് കിടന്നിട്ടൊക്കെയാണ് വെട്ടിയെടുക്കുക. അപ്പോൾ ചക്കയൊക്കെ വെട്ടി അമ്മ റെഡിയാക്കി ചുള വിരിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. എത്ര മധുര ചക്കയായാലും ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. അന്ന് നമുക്കത് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തു. എത്ര മധുര ചക്കയായാലും ചക്ക വരട്ടുമ്പോൾ ശർക്കര നിർബന്ധമാണ്. അതിനാൽ ഞാനൊരു 6 അച്ചുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിനാക്കി അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങ് കത്തിച്ച് ചക്കയിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി കുറച്ച് നേരം ചക്ക ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം നെയ്യോടം ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യോടം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തപ്പോൾ ഇതെന്താ ഹൃദയോ? ചക്കയുടെ ഹൃദയം തെളിഞ്ഞു വന്നു. പിന്നെ അത് നോക്കിയിരുന്നാൽ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വീണ്ടും ആ ഹൃദയമൊക്കെ കുത്തിയിളക്കി ശർക്കരയൊക്കെ നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൈ വിടാണ്ട് ഇളക്കിയില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചങ്ങ് തുടങ്ങും. ആ പൊട്ടിത്തെറിക്കൽ നമ്മുടെ മേത്തേക്കും ആവാണ്ടിരിക്കാൻ വേണ്ടി കൈ വിടാതെ ചക്ക ഇളക്കി കൊടുക്കുക തന്നെ മാർഗമുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ചക്ക നന്നായി വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുക. 1 വർഷം വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എപ്പോൾ ചക്കയുടെ ഉണ്ടാക്കി തിന്നണമെന്ന് വെച്ചാലും നമുക്ക് ഇതിനകത്ത് നിന്ന് അല്പം ചക്കയും പൊടിയും ചേർത്ത് ചക്കയുടെ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്നില്ല. പിന്നെ ഒരു ദിവസം ചക്കയുടെ വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.